മലയാള സിനിമയുടെ തേരോട്ടം തുടരുകയാണ്. ഇന്ന് ഇന്ത്യൻ സിനിമാ ലോകത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മലയാള സിനിമയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് സിനിമയെ സംബന്ധിച്ച്. ഒന്ന്, ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ കലാമൂല്യം, അതിൻ്റെ മികവ്. മറ്റൊന്ന്, അതിൻ്റെ ബോക്സ് ഓഫീസ് വിജയങ്ങൾ. സാമ്പത്തികമായ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോടികൾ മുടക്കിയാണ് ഒരു സിനിമ എടുക്കുന്നത്. അതിൽ കലാമൂല്യവും സാമ്പത്തിക വിജയവും ബോക്സ് ഓഫീസിലും റെക്കോർഡുകൾ സൃഷ്ടിക്കുന്ന കുറേ സിനിമകളാണ് ഈ 2024 മലയാളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഏത് മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അവിടെയും ചില വിവാദങ്ങളിലേക്ക് ഈ സിനിമകളെ തള്ളിയിട്ടുകൊണ്ട് പോകുന്നു. അത് ആദ്യം ഭ്രമയുഗമായിരുന്നു മമ്മൂട്ടിയുടെ, ഇപ്പത്തെ ആടുജീവിതമാണ്. വിവാദങ്ങളില്ലാതെ നമുക്ക് ഇരിക്കപ്പുറതിയില്ല, ഉറങ്ങാൻ പറ്റില്ല. മലയാളിക്ക് എവിടെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാകണം. ഒരു സിനിമ വിജയിച്ചാലും പ്രശ്നമാണ്, അത് വിജയിച്ചില്ലേലും പ്രശ്നമാണ്. ഒരു വല്ലാത്തൊരവസ്ഥയിൽ കൂടെയാണ് മലയാള സിനിമ ഇതിനെ തരണം ചെയ്ത് മുന്നോട്ട് വന്നത്. അതുകൊണ്ട് ഈ നേടിയ വിജയങ്ങളിൽ നമ്മൾ ഏറ്റവും അഭിമാനിക്കുക. 2024 ബോക്സ് ഓഫീസിൽ ഏറ്റവും പുതിയ വാർത്ത, ആടുജീവിതം ഏറ്റവും വേഗം 100 കോടി ക്ലബിൽ എത്തിയ സിനിമ എന്ന വിശേഷണമാണ്. അതിൽ അഭിമാനിക്കുക. ബെന്യാമിൻ്റെ നോവലിനെ അടിസ്ഥാനപ്പെടുത്തി ബ്ലെസ്സി എടുത്ത പൃഥ്വിരാജ് നായകനായ ആടുജീവിതം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വേഗം 100 കോടി ക്ലബിൽ വരുമാനത്തിൽ എത്തി എന്നുള്ളത് ഏറ്റവും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇനി അതിൻ്റെ കലാമൂല്യം വെച്ചിട്ട് അതിന് പുരസ്കാരങ്ങൾ വേണ്ടുവോളം കിട്ടട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 9 ദിവസം കൊണ്ടാണ് ആടുജീവിതം 100 കോടി ക്ലബ്ബ് കടന്നിരിക്കുന്നത്. വരുമാനത്തിൽ 1ാം സ്ഥാനത്തായി. മുന്നിറങ്ങിയ സിനിമകളെല്ലാം പിന്നിലാക്കിയിട്ട്. അതായത് 9 ദിവസം കൊണ്ട് ആടുജീവിതം 100 കോടി കളക്ട് ചെയ്തപ്പോൾ 2ാം സ്ഥാനത്ത് 11 ദിവസം കൊണ്ട് 100 കോടി കളക്ട് ചെയ്ത 2018 മൾട്ടി സ്റ്റാർ സിനിമ. താരബാഹുല്യം കൊണ്ടുള്ള ഒരു നായകൻ പ്രത്യേകിച്ചില്ല. പ്രളയത്തെ പറ്റി, കേരളം കണ്ട ഏറ്റവും വലിയ നൂറ്റാണ്ടിൻ്റെ പ്രളയത്തെ പറ്റി എടുത്ത 2018 എന്ന് പറയുന്ന ആ സിനിമ 11 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബിലെത്തിയത്. ആടുജീവിതം 9 ദിവസം കൊണ്ടെത്തി. 2 ദിവസം മുന്നേ എത്തി. പിന്നെ ഉള്ളത് ലൂസിഫറും മഞ്ഞുമൽ ബോയ്സുമാണ്. ലൂസിഫറും മഞ്ഞുമൽ ബോയ്സും, ലൂസിഫർ സംവിധാനം ചെയ്തത് പൃഥ്വിരാജാണ്, അതറിയാമല്ലോ. ലൂസിഫറും മഞ്ഞുമൽ ബോയ്സും 12 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബിലെത്തിയത്. ഓക്കെ. പിന്നെ 5ാം സ്ഥാനത്ത് വരുന്നത് പ്രേമലുവാണ്. നെസ്ലൻ്റെ ഒരു പയ്യൻ്റെ കൗമാരക്കാരൻ നായകനായ സിനിമ. അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രേമലു 13 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബിലെത്തിയത്. പിന്നെ ഈ പുലിമുരുകൻ 100 കോടി ക്ലബിലെത്തിയത് 36 ദിവസം കൊണ്ടാണ്. അത് മുൻ വർഷത്തെ, ഇപ്പോഴത്തെ സിനിമയല്ലല്ലോ, മുമ്പിറങ്ങിയ സിനിമയാണ്. നമ്മൾ ഈ വർഷത്തെ പറയുമ്പോൾ പ്രേമലു, ഭ്രമയുഗം, ഓസ്ലർ, മഞ്ഞുമൽ ബോയ്സ്, 2024 ഈ സിനിമകൾ, ഈ 4 ഇത് 5ാമത്. ഇത്രയും സിനിമ ബോക്സ് ഓഫീസിൽ വൻ വിജയമായതിൻ്റെ ഒരു അഹങ്കാരത്തിലാണ് മലയാള സിനിമ. അഹങ്കരിക്കാൻ പറഞ്ഞാൽ അത് നെഗറ്റീവായിട്ടല്ല നമ്മൾ പറയുന്നത്. പ്രൈഡ്, ബിറ്റർ പ്രൈഡ് അല്ല, പ്രൈഡ്. നമ്മുടെ സിനിമാ ലോകം, നമ്മുടെ മലയാള സിനിമയെ ലോകം ശ്രദ്ധിക്കുന്നു, ഇന്ത്യ ശ്രദ്ധിക്കുന്നു എന്ന നിലയിലേക്ക് എത്തിക്കുന്നതിൽ ഈ സിനിമകൾ നല്ല മേക്കിംഗ്, കലാമൂല്യവും അതേപോലെ ബോക്സ് ഓഫീസിലും വരുമാനത്തിലും റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്ന ഈ സിനിമകൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു വലിയ മുതൽക്കൂട്ടാണ്. അത് നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം ഇതിൽ ഏറ്റവും ടോപ്പ് ചാർട്ടിൽ വന്നിരിക്കുന്നത് ആടുജീവിതമാണ്. അതിലെ വിവാദങ്ങളെ പറ്റി ഒരു വാക്കുകൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുക. എന്തിലും വിവാദം നമുക്ക് വേണം. നജീബ് എന്ന് പറയുന്ന കഥാപാത്രം, ആടുജീവിതം നയിക്കുന്ന, ദുരിതപൂർണമായ ജീവിതം നയിച്ച കഥാപാത്രം, അദ്ദേഹത്തിന് ശരിക്കുള്ള പേര് ഷുക്കൂർ എന്നാണെന്ന്, ആലപ്പുഴക്കാരനാണെന്നും ഒക്കെ ഇങ്ങനെ പല കാര്യങ്ങൾ പുറത്തു ഇങ്ങനെ വരുന്നു.
മുമ്പ് ഇത് ചർച്ചയായിട്ടുണ്ട്. ഈ നോവൽ എഴുതപ്പെട്ട സമയത്തും ഈ ഷുക്കൂറിനെ പറ്റി അന്നും പരാമർശങ്ങൾ വന്നിരുന്നതാണ്. നജീബ് എന്ന് പറഞ്ഞാൽ ഷുക്കൂറാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി മറ്റൊന്ന്, ഈ ഷുക്കൂറിനെ ഉപയോഗിച്ചിട്ട് ഇതിന് പ്രചാരണം സംഘടിപ്പിച്ചു ഈ സിനിമാ നിർമ്മാതാക്കള്. ഓരോ വേദിയിലും കൊണ്ട്, ചാനലിലും കൊണ്ട് നജീബിനെ അവതരിപ്പിച്ചിട്ട് അതിൽ നിന്ന് മുതലാക്കാൻ നോക്കി, അതൊരു ചർച്ചയാക്കാൻ നോക്കി. അതൊക്കെ ഒരു വശത്ത് വിമർശനങ്ങൾ, വിവാദങ്ങൾ വരും. പക്ഷെ ഞങ്ങൾ എപ്പോഴും പറയുന്നത്, ഒരു നല്ല സിനിമ ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും ഉണ്ടാക്കിയാലും ഒരു നല്ല സിനിമ അത് നല്ല സിനിമയാണോ? അത് ജനങ്ങൾ കാണും, അവർ തിയേറ്ററിൽ പോയി കാണും. സോഷ്യൽ മീഡിയയിൽ അതിനെതിരെ നിങ്ങൾ എന്തൊക്കെ പോസ്റ്റ് ഇട്ടാലും ശരി. ഇപ്പൊ ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടല്ലോ, പല ലോബി മലയാള സിനിമയിലുണ്ട്. ടിക്കറ്റ് എടുത്ത ആൾക്കാരെ കയറ്റി വിട്ടിട്ട് കൂയിക്കാൻ ടീമിനെ വെക്കുക, ഇത്തരം നാലാന്തരം വില കുറഞ്ഞ പല പരിപാടികളും മലയാള സിനിമയിൽ നടക്കുന്നുണ്ടെന്ന് നമുക്ക്. അവിടെ ആരുടെ പേരുകൾ ഞങ്ങൾ പറയുന്നില്ല, നമുക്കിതൊക്കെ മനസ്സിലാക്കാം ആരൊക്കെയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ ഏത് സിനിമയ്ക്കെതിരെ എന്ത് ക്യാമ്പയിൻ, ഹെറ്റ് ക്യാമ്പയിൻ നടത്തിയാലും, എന്ത് വിദ്വേഷ പ്രചാരണം നടത്തിയാലും, സോഷ്യൽ മീഡിയയിൽ എങ്ങനെ കളിച്ചാലും, ഒരു സിനിമ നല്ല സിനിമയാണെങ്കിൽ അത് ആൾക്കാർ തിയേറ്ററിൽ പോയി കാണും. പിന്നെ അത് ഒ ടി ടി വരുമ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അവർ പോയി കാണും. ഇതാണ് യാഥാർത്ഥ്യം. ഒരു നല്ല സിനിമയെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ആർക്കും ആവില്ല. അതിന്റെ തെളിവാണ് ഈ വർഷം ഇറങ്ങിയ ഇത്രയും സിനിമകൾ. ഈ പറയുന്ന പ്രേമലുവായാലും, ആദ്യം വന്നത് പ്രേമലുവാണ്, പിന്നെ പ്രമേയുഗം, ഓസ്ലർ, മഞ്ഞുമൽ ബോയ്സ്, ഇപ്പൊ ആടുജീവിതം. ഈ ആടുജീവിതം ഉൾപ്പെടെ മലയാള സിനിമയുടെ ഒരു പ്രോഗ്രസ്, ഒരു വളരെ ഉയരത്തിലേക്കുള്ള ഒരു ചാർട്ട് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. മലയാളികൾ അല്ലാത്തവരും കാണാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടല്ലേ ഈ പടങ്ങളൊക്കെ വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലും നിറഞ്ഞ തിയേറ്ററുകളിൽ നിറഞ്ഞ് കാണികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുത്തിത്തിരിപ്പ്, കുന്നായ്മ, ഫാൻസ് ഗുണ്ടായിസം, മറ്റേ സോഷ്യൽ മീഡിയ വഴി തകർക്കൽ, റിവ്യൂ എന്ന് പറഞ്ഞു വന്നിട്ട് കുറെ പേര് തള്ളിവിടും ഫേസ്ബുക്കിലും മറ്റേ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ. അത് റിവ്യൂ ആണോ? അതൊരു ഹേറ്റ് ക്യാമ്പയിനാണ്. ഇതൊന്നും ഒരു നല്ല സിനിമയെ ബാധിക്കില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ആടുജീവിതം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും.